അതിങ്ങനെ വേറൊരു മോഡല്. വേറെ ചിലർക്ക് മുന്നോട്ടും പിന്നോട്ടും, ചിലർക്ക് വയ്യാഞ്ഞിട്ട് ഇടങ്ങേറായിട്ട് ഊര വളഞ്ഞൂന്നും വളഞ്ഞില്ലാന്നും. ആ കോലത്തിലൊക്കെ ചിലര് ചാഞ്ചാടുന്ന ദിക്ർ, മൂടുകുലുക്കി ദിക്ർ, ആട്ടം ദിക്ർ, ചാടി ദിക്ർ, ഇങ്ങനെ ചിലർ ഡാൻസ് ആടിയിട്ട് ഇങ്ങനെ സ്റ്റേജിലൂടെ പ്രത്യേകമായ താളത്തിലൂടെയുള്ള ദിക്ർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇത് ചോദിക്കുമ്പോഴാ ചിലർ പറയുന്നത് സഹാബത്ത് ദിക്ർ കേട്ടാല് ദിക്ർ ചൊല്ലുമ്പോ കാറ്റത്ത് മരമാടും പോലെ ആടിയിരുന്നു പോലും. പച്ചക്കളവ് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ പേരിൽ പറയാ. എന്നിട്ട് അത് സ്ഥാപിക്കാനാ അപ്പൊ പറയണത്, ഈ മുടി എന്ത് ചെയ്യും? ദിക്ർ കേട്ടാൽ ആടും. വളരുന്ന മുടി, പിളരുന്ന മുടി. ആദ്യം കിട്ടിയ മുടിക്ക് വളർച്ചയില്ല, പിളർച്ചയില്ല, ആട്ടമില്ല, ലൈറ്റുമില്ല, ഒന്നുമില്ല. ഇപ്പൊ കിട്ടിയതിനാ അതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഈ രൂപത്തില് ഈ സമുദായത്തിന്റെ പേരിൽ എന്തെല്ലാം നുണകൾ പ്രചരിപ്പിക്കാൻ കഴിയും. പിന്നെ പറയണെന്താണ് ഇവർ? ഔലിയാക്കന്മാരെ വരെ ഭീഷണിപ്പെടുത്തല്ലേ. വേറെ ചില ആളുകള് വേറെ ചില പ്രത്യേകമായിട്ട് ഇപ്പൊ പറയാണ്, മൗലവിമാർക്ക് സംശയം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നീളുമോന്ന്. നീളും മൗലവിമാരെ, ഞങ്ങൾക്ക് തെളിവുണ്ട്. എന്താ തെളിവ്? ഞങ്ങളെ തെളിവോ? നബ്ഹാനി പറഞ്ഞിട്ടുണ്ട് കിതാബില്. ഏതാടോ ഈ നബ്ഹാനി? നബ്ഹാനി പറഞ്ഞിട്ടുണ്ട് ഇത്രേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി ഇങ്ങനെ നീളുന്നു. നബ്ഹാനി മുടി നീളുന്ന മാത്രല്ല പറഞ്ഞ, ഞാൻ ഇവിടുന്ന് ഇപ്പൊ പറയണില്ല. മൂപ്പരങ്ങനെ പലതും നീട്ടി അടിച്ചിട്ടുണ്ട്, പല സംവിധാനവും മൂപ്പരെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറയുന്നില്ല. ഇങ്ങനത്തെ ഓരോ പാള കിതാബുകൾ എന്നാ ഉദ്ധരിക്കണത് അല്ലേ? എന്നാ പിന്നെ കേട്ടോ, നബ്ഹാനി മുടി നീളുന്ന മാത്രമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു കഥയും ഇയാള് തന്നെ പറയുന്നുണ്ട്. അതെന്താണ്? മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയപ്പാപ്പ. മലക്കുൽ മൗത്തിന് പേര് അസ്റായീൽ എന്നവര് പറയുന്നു. അസ്റായീലിനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയപ്പാപ്പ. ശരിക്ക് ശ്രദ്ധിച്ചോ. ആരെങ്കിലും ഇവിടെ വന്ന് മറുപടി പ്രഹസനം നടത്തുന്നുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പിൽ നിന്ന് അത്തലി ഇത്തലി മുറിക്കാൻ നോക്കണ്ട. ഇപ്പറഞ്ഞ ഓരോന്നിനും പറഞ്ഞോളണം. നിങ്ങളുടെ ഹോജ പറയുന്നതാണ് പറയുന്നത്. നിങ്ങൾ വലിയ ഹോജയായി പറയുന്ന നബ്ഹാനിയില്ലേ, ആ നബ്ഹാനി പറഞ്ഞവര് കഥ കേൾക്കണോ? എന്നിട്ട് ചിന്തിച്ചോ, ഇവർ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ കളവുകളാ പറയുന്നതെന്ന്. ഒരു ഔലിയപ്പാപ്പ അങ്ങാടിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കുറെ കുട്ടികൾ പിന്നാലെ കൂടി ഔലിയപ്പാപ്പാനെ കുറിച്ച് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് കുട്ടികളുടെ നേരെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ഔലിയപ്പാപ്പ ഒരൊറ്റ വിളിയാണ്, യാ അസ്റായീൽ, ഓ അസ്റായീലേ, ഈ ചക്കന്മാരി അങ്ങ് കളിയാക്കുന്നു. ഇവറ്റനെ മുഴുവനും ഇപ്പൊ തന്നെ കൊന്നുകളഞ്ഞിട്ടില്ലെങ്കിൽ, ഇവരുടെ മുഴുവനും റൂഹ് ഇപ്പൊ തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ അസ്റായീലേ പണി തെറിക്കും കേട്ടോ. മലക്കുൽ മൗത്തിന്റെ ആ പണിയിൽ നിന്ന്, റിക്കാർഡിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്യും കേട്ടോ. അസ്റായീൽ പേടിച്ചു. അസ്റായീൽ പേടിച്ചു. അസ്റായീൽ ഉടനെ എന്ത് ചെയ്തു? അല്ലാഹ് പണി പോണ കേസല്ലേ, ഇതുവരത്തെ സർവീസിനിടക്ക് ഇങ്ങനൊരു സംവിധാനം ഇല്ലല്ലോ. അതാ ഈ ഔലിയപ്പാപ്പ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ഈ കുട്ടികളെ ഇപ്പൊ തന്നെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ നിന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഔട്ടാക്കും. പറയണം മറുപടി. മറുപടിക്ക് വരുന്ന സഖാഫിമാരായാലും ആരായിരുന്നാലും പറഞ്ഞോളണം. കല്ലടിക്കോടുള്ള ആളുകളോട് പറഞ്ഞ ഓരോന്നിനും പറഞ്ഞോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറഞ്ഞ കള്ളങ്ങൾക്ക് മറുപടി പറഞ്ഞോളണം. നീളുന്ന മുടി, വളരുന്ന മുടി, പിളരുന്ന മുടി, ആടുന്ന മുടി, ലൈറ്റടിക്കുന്ന മുടി, ഓരോന്നിനും പറഞ്ഞോളണം. അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇതാ മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തിയപ്പോൾ ഫാസ്ബഹു മൗതാ അജ്മഈൻ, ഈ 50 കുട്ടികളും മൗത്തായി വീണു. അപ്പൊ കുട്ടികൾ 50 എണ്ണ കറക്റ്റാ, എണ്ണത്തിലും തെറ്റിയിട്ടില്ല. 50 കുട്ടികളുണ്ട് പിന്നാലെ. 50 കുട്ടികൾ പിന്നാലുണ്ട്. അസ്റായീലിനെ വിളിച്ചാൻ ഭീഷണിപ്പെടുത്തിയപ്പോ 50 കുട്ടികളെ റൂഹ് അസ്റായീലാൻ പിടിച്ചു. കാരണം പണി തെറിക്കണ കേസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചുള്ളൊരു ഈമാന്, മലക്കുകളെ കുറിച്ചുള്ള ഈമാൻ. കാരണം ഇവർക്ക് അത്രേ, ഇവരുടെയൊക്കെ മജ്ലിസിലെ സ്റ്റുഡൻസ് അല്ലേ മീകായിലൊക്കെ വരെ ദർസിന് ഇങ്ങനെ വന്നിരിക്കുക. ഒരിക്കൽ കായൽ പട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ നീറ്റ് പോണ നേരത്ത് പറഞ്ഞു,
മിക്കായിലേ, ഇവിടെ വല്ലാത്ത മഴക്ക് പ്രശ്നമാണ്, മഴ വേണം, അല്ല ശരിയാവില്ല. മിക്കായിലായിക്കോട്ടെ. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഉസ്താദുകളുടെ മജ്‌ലിസിൽ മീകായിൽ മുതഅല്ലിമായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ, മൂപ്പർക്ക് എവിടുന്നായിരുന്നു ചെലവ് എന്നാവോ? മീകായിൽ കുട്ടി വന്നുത്തിരിക്കുകയാണ് കിതാബ് ഓതാനേ. പോണ സമയത്താ മനസ്സിലായത് മീകായിൽ കുട്ടി ദർസിലുണ്ട്. പോകുമ്പോ പറഞ്ഞു ഇവിടെ മഴയൊന്നുമില്ല, മഴ വേണം. നബി തങ്ങൾ ഇങ്ങനെ ഒരിക്കലെങ്കിലും മീകായിൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് മഴക്കാവശ്യപ്പെട്ടോ? മഴക്കാവശ്യപ്പെട്ട ഒരു രൂപമാണ് ഈ പറയുന്നത്. ഇനി വേറൊരു രൂപം എന്താണ്? വേറെ രൂപം വേങ്ങരത്തെ കോയപ്പാപ്പ മഴക്കാവശ്യപ്പെട്ട രൂപമാണ്. കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് തലക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, പാവം. തലക്ക് സുഖമില്ലെങ്കിൽ പിന്നെ ഔലിയപ്പാപ്പയുടെ ഗ്രേഡിലേക്കാണ് ഇവർ ഉയർത്താറുള്ളത്. ആ മനുഷ്യൻ ഇങ്ങനെ വേങ്ങരാങ്ങാടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പീടികക്കുമ്പിൽ പോയിട്ട് വട്ടം കറങ്ങും. വെറുതെ അങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ആളുകൾ അതിന് വ്യാഖ്യാനം കൊടുക്കും. ഉലയന്മാര് പറയും, അതാ ഉപ്പാപ്പ ഇപ്പോൾ കഅബ തവാഫ് ചെയ്യുന്നു. ഉപ്പാപ്പാടെ വലിയ കറാമത്ത് എന്താണ്? കുളിക്കാറില്ല. കൊല്ലങ്ങളോളമായി കുളിക്കാതിരുന്നിട്ടും നാറ്റമില്ല മഹാനവറുകൾക്ക്. അതാണ് വലിയ കറാമത്ത്. അങ്ങനെ മൂപ്പരോട് പോയിട്ട് നാട്ടുകാർ പറഞ്ഞു, മഴയില്ലല്ലോ പാപ്പാ. അപ്പൊ കോയപ്പാപ്പ എന്ത് ചെയ്തു? മഴല്ലേ? മൂപ്പര് വേഗം എഴുന്നേറ്റ് നിന്ന് മുണ്ടങ്ങ് പൊക്കി മൂത്രമൊഴിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി മൂത്രയിച്ചപ്പോ തകർപ്പൻ മഴ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മഴയ്ക്ക് വേണ്ടി സഹാബിമാർ ആവശ്യപ്പെട്ടപ്പോ അല്ലാഹുമ്മ സ്ഖിനാ റബ്ബേ, ഞങ്ങൾക്ക് മഴ തരണമെന്ന് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇയാൾ മുണ്ടുയർത്തിയിട്ട് മൂത്രയിച്ചു, തകർപ്പൻ മഴ. രണ്ടാമത്തത് നിർവഹിക്കാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ ആലിപ്പഴം വീണനെ. ഒന്ന് ആലോചിച്ചു നോക്കണം. ഇവര് കറാമത്തായിട്ട് പറയുന്നതാണ് ഇപ്പൊ ഇതൊക്കെ. ഒരു മനുഷ്യന്മാരെ കുറിച്ച് വലിയ മദ്ഹായിട്ട് പറയാണ്. സി.എം. മടവൂര് മൂപ്പര് നിസ്കരിക്കൂല. ഔലിയാക്കന്മാരെ കോലം നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ഔലിയുണ്ട് പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുന്ന ഒരു ഔലിയ. ഒരു ഔലിയപ്പാപ്പ പുല്ലാങ്കുഴൽ കൊണ്ട് നടക്കുന്ന ഒരു ഔലിയപ്പാപ്പുണ്ട്. ഇതുണ്ടോ ചിത്രത്തിൽ ഒരുത്തനെ കാണാനല്ലേ? ഒരു നീണ്ട കുപ്പായവും ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു ക്ലീൻ ഷേവുകാരൻ ഒരു തങ്ങളുണ്ട്. ഇയാളുടെ പേരെന്താ? മടവൂർ കോട്ടയിലുള്ള ഒരു ഏതോ തങ്ങളാണ്. ഇയാളടുത്ത് സന്ദർശിച്ച ആൾക്കാരൊക്കെയാണ്? എല്ലാവരും ഉണ്ട് കേട്ടോ. അതാ ശിഹാബ് തങ്ങളുണ്ട്, അസ്ഹരി തങ്ങളുണ്ട്, കാന്തപുരണ്ട്, ഉള്ളാളുണ്ട്, എല്ലാവരും പോയിക്കണ്. എല്ലാരും പോയി. ഈ ചങ്ങാതി ഇരിക്കണ കോലം കണ്ടോ? ഹാർമോണിയം വായിക്കാം. നടുക്കിരിക്കുന്നുണ്ട് ഇയാള്. ഇയാളെന്താ പരിപാടി? ഹാർമോണിയം വായിക്കാം. ഇയാളുടെ ഈ ഔലിയപ്പാപ്പാന്റെ ഗുരു ആരാന്ന് കേൾക്കണോ? ആരാണ്? ഇയാളുടെ ഗുരു പിന്നെ ഗുരുവിന്റെ ശിഷ്യത്വം വളരെ കൃത്യമായിട്ട് ഇയാള് എന്ത് ചെയ്തിട്ടുണ്ട്? ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇയാള് പഠിച്ചതൊക്കെ യഥാർത്ഥമായിട്ട് ആരിൽ നിന്നാണ്? എസ് ബാബുരാജാണ് ഉസ്താദ്. ഔലിയപ്പാപ്പാന്റെ ഉസ്താദ് എസ് ബാബുരാജ്. സംഗീതം മൂപ്പര് പഠിച്ചാണ്. എല്ലാ രൂപത്തിലും മൂപ്പർക്ക് ഹാർമോണിയം വായിക്കാൻ അറിയാം. ഏതൊക്കെ രൂപത്തിൽ ഹാർമോണിയം വായിക്കും? ഗുരു ഹാർമോണിയത്തിൽ മോഹനം, ഹിന്ദോളം, ആനന്ദ ഭൈരവി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ വായിച്ച് മൂപ്പരിങ്ങനെ ശുദ്ധമായ സംഗീതത്തിന്റെ ആസ്വാദനത്തിൽ ഇങ്ങനെ ലയിക്കും. ഈ രൂപത്തിൽ ഏറ്റവും വലിയ പോരിശയാക്കപ്പെട്ട തങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ ൊക്കെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ കയ്യിൽ തന്നെ കണ്ട ഒരു വീണ, ഓടക്കുഴൽ, അത് വായിച്ചിങ്ങനെ നടക്കല പണി. ഹാർമോണിയം വിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത സംഗതിയല്ലേ ഇതൊക്കെ? അവിടുന്ന് സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാക്കിയിട്ടില്ലേ? മൊബൈലിലാണെങ്കിലും നമ്മൾ സംഗീതം കേൾക്കാൻ പാടുണ്ടോ? ഈ ചെണ്ടയും മദ്ദളവും തബലയും ഗിറ്റാറും ഹാർമോണിയവും ഇതിന്റെ ശബ്ദങ്ങൾ, ഇത് പുറപ്പെടുവിക്കുന്ന അതിന്റെ മെമ്പൊടിയുള്ള ഗാനങ്ങൾ കേൾക്കാൻ മുസ്ലിമേ നമുക്ക് പാടില്ലല്ലോ. അവിടുന്ന് ിയതല്ലേ? എന്നിട്ടാണ് ഔലിയപ്പാപ്പ എന്നും പറഞ്ഞിട്ട് ഹാർമോണിയം വായിക്കുന്ന ഔലിയ. കാസർഗോഡുള്ള മടവൂർ കോട്ടയിലെ ഔലിയയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇന്നുമുണ്ട് അങ്ങനെ ഒരു മനുഷ്യനവിടെ കഴിഞ്ഞുകൂടുന്നു. പലരും അവിടെ സന്ദർശിക്കുകയാണ്. അതേപോലെ തന്നെ സി.എം. മടവൂര് കയ്യിൽ സ്വർണ്ണ ചെയിൻ ധരിച്ചിരുന്നു. സ്വർണത്തിന്റെ മോതിരമാണ് കയ്യിൽ ധരിച്ചത്. റമദാനിന് പോലും അതാ പരസ്യമായി ചായ കുടിക്കുകയാണ്. കാണാൻ വരുന്നവർക്ക് ചായ കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുകയാണ്.
വേണ്ടിയാണ്. നിസ്കരിക്കാറില്ല, കൈപ്പത്തിയാണ് കാണിച്ചു കൊടുക്കുന്നത്. കൈപ്പത്തിയിലതാ കഅബ ശരീഫ് തെളിയുന്നു. കഅബയുടെ ചുറ്റുമതാ ആളുകൾ നിരന്നു നിസ്കരിക്കുന്നു. ഇമാമ് നിൽക്കുന്നത് മടവൂരാണ്. ഇവിടെയുള്ള കൈ കാണിക്കുന്നു. അക്കൈയിലാണ് മക്കത്തെ നിസ്കാരം, അക്കൈയിലാണ് മക്കത്തെ നിസ്കാരം ജമാഅത്ത് നടക്കുന്നത്. ഈ രൂപത്തിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ വിശ്വസിക്കുന്നു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതാ നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചൊക്കെ പറയുന്നത് വഖത്ത് പോയിട്ടാണ് നിസ്കരിക്കുന്നത്, എല്ലാ വഖത്തിനും അവരങ്ങോട്ട് പോയി വരികയാണ്. ഇതൊക്കെയാണോ ഔലിയാക്കൾ? ഇങ്ങനത്തെ ഔലിയാക്കളിലാണോ വിശ്വസിക്കേണ്ടത്? ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ എത്രയെത്ര കള്ളത്തരങ്ങളാണ് ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലുള്ള കള്ളക്കഥകൾ ഇനി നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത് വരെ കച്ചവടമല്ലേ? റിയായിന് വേണ്ടിയാണ് സ്വലാത്ത് ചൊല്ലുന്നത്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? കാശ് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ആളെ കാണിക്കാൻ വേണ്ടിയുമാണ്. നിങ്ങൾ കേട്ടോ, ഒരു വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ അത് ഭൗതിക നേട്ടത്തിന് കാശ് പിരിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലാഹു കൂലി കൊടുക്കും. ആളുകളുടെ ഇടയിൽ ഞാൻ വലിയ സ്വലാത്ത് തങ്ങളാണ് എന്ന പേര് കിട്ടാൻ ചൊല്ലിയാലും അതിന് അല്ലാഹു കൂലി കൊടുക്കും എന്ന കള്ളത്തരം ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുമ്പോൾ, ഇസ്ലാമിലെ ഏതൊരു കാര്യവും അല്ലാഹു പ്രതിഫലം നൽകണമെങ്കിൽ അത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ സ്വലാത്തെന്ന് മാത്രമല്ല ഒരു അമല് ചെയ്താലും അല്ലാഹു കബൂലാക്കൂല. അങ്ങനത്തെ മനുഷ്യനെ അല്ലാഹുക്ക് വേണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ? എന്നിട്ടും അതാ സ്വലാത്തിന്റെ മറവിൽ ചൂഷണം നടത്തുകയാണ്, ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ്, കോടികൾ വാരിക്കൂട്ടുകയാണ്. അതേ, എല്ലാം കച്ചവടമാക്കുന്ന, എല്ലാം വിപണനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഈ ക്കാരെ തിരിച്ചറിഞ്ഞോളണേ സമുദായമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാ ഇസ്ലാമികമായ കാര്യങ്ങൾ അത് ഇസ്ലാമല്ലാത്തതും അതിന്റെ പേരിൽ തിരികെ കയറ്റിക്കൊണ്ട് അതാ കള്ളം പറയുന്ന കക്ഷികൾ രംഗത്ത് വരുമെന്ന്. ഈ ഒരവസ്ഥയിൽ അതാ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ സമീപത്തേക്ക് പോയാൽ ഖബറിൽ നിന്ന് അവരോട് ആളുകൾ സംസാരിക്കുകയാണ്. അതാ എത്രത്തോളം എന്നോ പറഞ്ഞു എവിടെ എത്തി? ഉള്ളാളത്തങ്ങൾ പറയുന്നത് എന്താണെന്നോ, അല്ലാഹ് ഭയപ്പെടുന്ന ആലിമീങ്ങളുണ്ടത്രേ. ആലിമീങ്ങളെ അല്ലാഹ് പോലും ഭയപ്പെടുമെന്നാണ്. കാണുന്നില്ലേ രണ്ടാളിരിക്കുന്നത്? ഒന്ന് ഖലീൽ ബുഖാരിയാണ്, മറ്റൊന്ന് ഉള്ളാളത്തെ കുഞ്ഞിക്കോയയാണ്. രണ്ടാളും കണ്ടില്ലേ? അവസാനം അതാ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ തങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കേട്ടോ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. അപ്പൊ പേടിയുള്ള അല്ലാഹുവിലാണോ ഇവർ വിശ്വസിക്കുന്നത്? ആലിമീങ്ങളെ പേടിയുള്ളവരല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരല്ലയിൽ വിശ്വാസമില്ല. അല്ലാഹനെ ആലിമീങ്ങൾ പേടിക്കുന്നു എന്നതല്ലാതെ അല്ലാഹ് ആലിമീങ്ങളെ പേടിക്കുന്നു എന്ന് എഴുതിവിട്ട ഉള്ളാളെ തങ്ങളെ, നിങ്ങളുടെ ഇസ്ലാം ഏതാണ്? നിങ്ങളുടെ ഖുർആൻ ഏതാണ്? നിങ്ങളുടെ റസൂലുള്ള ആരാണ്? ഇങ്ങനെ അല്ലാഹ് ഭയപ്പെടുന്നുവെന്നോ? തീർന്നില്ലല്ലോ. ചിലരതാ മഖ്ബറയിലേക്ക് സിയാറത്തിന് പോകുമ്പോ അതാ ഇടക്ക് വെച്ച് അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പേ കാറ് ബ്രേക്ക് ഇട്ടിട്ട് റിവേഴ്സ് അടിച്ചു മടങ്ങിപ്പോരുന്നു. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഇ കെ അബൂബക്കർ മുസ്ലിയാരതാ കണ്ണൂർ സിറ്റിയിലെ